ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഹൗ ടു സ്റ്റാർട്ട് റീഡിങ്. നമ്മുടെ റീഡിങ് ഹാബിറ്റ് എങ്ങനെ നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാം, മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ്, ബിക്കോസ് ഐ എം എ ബിഗിനർ. സോ എനിക്ക് ഒരു 2 മാസത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഫസ്റ്റ് തിങ്, ഞാൻ ചെറുപ്പത്തിലെ വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. എങ്ങനത്തെ പുസ്തകങ്ങൾ വെച്ചാൽ ചിത്രമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂൾ പൂട്ടുമ്പം എൻ്റെ ഉമ്മ എവിടെന്നെങ്കിലൊക്കെ ഇട്ട് കുറേ പഴയ ബാലരമൊക്കെ കൊണ്ടു തരും. അപ്പം ഞാനത് ഒക്കെ വായിക്കുമായിരുന്നു. അപ്പം വി ആർ സോ എക്സൈറ്റഡ് ടു റീഡ് ദാറ്റ് ഓൾ. ആ 2 മാസത്തിനുള്ളിൽ തന്നെ എല്ലാതും വായിക്കണം, എല്ലാതും എങ്ങനെയെങ്കിലുമൊക്കെ വായിച്ച് തീർക്കണം എന്നുള്ളതായിരിക്കും നമ്മളുടെ ഒരു ഇൻറ്റൻഷൻ തന്നെ. അപ്പം അങ്ങനെയുള്ളൊരു റീഡിങ് ഹാബിറ്റ് ചെറുപ്പത്തിലേ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു നോവൽ വായിക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരു പുസ്തകം മുഴുവനായിട്ട് വായിക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വലിയ കാര്യമായിരുന്നു. അതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്നതായിരുന്നില്ല. എൻ്റെ ഒരു +2 വരെയൊക്കെ ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു പൈങ്കിളി സാഹിത്യമൊക്കെ ആരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ അതൊക്കെ മേടിച്ച് വായിക്കുന്നല്ലാതെ ഞാനൊരു നല്ല റീഡർ ആയിരുന്നില്ല. ബട്ട് ആഫ്റ്റർ മൈ +2 ഐ സ്റ്റാർട്ടഡ് റീഡിങ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് പുസ്തകം കൊടുന്നുതരായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബാദുഷ, അവൻ എനിക്ക് ഓരോ പുസ്തകം കൊടുന്നുതരും. അങ്ങനെയാണ് ഞാൻ ഈ വായനയുടെ ലോകത്തിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. ആൻഡ് ഐ ഹാവ് ടു സേ ദിസ്, അന്ന് എനിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഫോൺ ഉള്ളത് കൊണ്ട് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സാധനം നമ്മൾ എപ്പോഴും ക്യാരി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വായന ഇതും കൂടെ മാനേജ് ചെയ്യാൻ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ. അപ്പൊ എനിക്ക് എൻ്റെ ഈ ഒരു 2 മാസത്തെ പ്രോഗ്രസ് ആണ് നിങ്ങളോട് പറയാനുള്ളത്. അതേപോലെ ആർക്കെങ്കിലും വായിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നിട്ട് പറ്റുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. സോ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം വായിച്ച പുസ്തകം ആടുജീവിതം. കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന, നമ്മൾ കേട്ടിട്ടുള്ള പുസ്തകമായിരുന്നു. അങ്ങനെ ഞാൻ വായിച്ചാൽ എനിക്ക് ഫസ്റ്റത്തെ ഞാൻ വായിച്ച ഒരു 10 പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമായിരുന്നു അംബികാസുധന്റെ എൻമകജെ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം എത്ര ആൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഞാനത് വായിച്ചിട്ടുണ്ട്. എനിക്ക് ആ വായിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ആ ഒരു നമ്മളൊരു മെന്റൽ സ്റ്റേറ്റിലായിരിക്കും ഒരു പുസ്തകം വായിക്കുമ്പം. അത് അന്നൊക്കെ എനിക്ക് കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പം അതൊരു പുസ്തകമാണ്. പിന്നെ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന പുസ്തകം പലരും കേട്ടിട്ടുണ്ടാവും. ഓടയിൽ നിന്ന് എന്നുള്ള പുസ്തകവും ഈ എൻമകജയും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു. അതിനുശേഷം എൻ്റെ നാട്ടിലുള്ള ലൈബ്രറിയിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. ലൈബ്രറിയിൽ നിന്ന് അന്നത്തെ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം പുസ്തകം വായിക്കുക എന്നുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ഒരു പണിയും ചെയ്യാതെ ഒരു പുസ്തകം കിട്ടിയാൽ ഫുൾ വായിക്കുന്നു, ഒരൊറ്റ ഇരിപ്പിന്. അല്ലെങ്കിൽ ഒരു 2 ദിവസം കൊണ്ടൊക്കെ വായിച്ചിട്ട് അടുത്ത തവണ ലൈബ്രറിയിലോട്ട് പോകും പുതിയ ബുക്ക് എടുക്കാൻ. അപ്പം അന്ന് എനിക്ക് ഈ പുസ്തകമായിട്ട് ബന്ധമുള്ള ആരും അധികം ഇല്ല. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗാങ്ങിൽ നിന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ആകെ അറിയുന്നത് ബാദുഷയായിരുന്നു. ബാദുഷ അപ്പോഴേക്കും ലോ കോളേജിൽ പഠിക്കുന്ന സമയമായി, അവൻ കുറച്ചുകൂടെ ബിസിയായി. അപ്പൊ ഞാനിങ്ങനെ ഓരോ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അന്ന് എനിക്ക് അത്രയും ഫ്രണ്ട്സിനൊന്നും വിളിക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ഓരോ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഭാഗങ്ങളുണ്ടെങ്കിൽ അതും എഴുതും, അല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത്രയും താലോലിച്ചു എഴുതും. അങ്ങനെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ ചിലതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദന്റെ, പിന്നെ എൻമകജെ, ഓടയിൽ നിന്ന്. ഇതൊക്കെ ഭയങ്കര ഇമോഷണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നോവലുകളാണ്. ഈ 3ഉം വേറെ ഏതൊക്കെയുണ്ട്, പക്ഷെ ഈ 3ന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും ആ കാലഘട്ടം ഓർമ്മ വരും. ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഓർമ്മ വരും. അപ്പൊ അങ്ങനെയാണ് എൻ്റെ വായനയുടെ ഗ്രാഫ് മെല്ലെ ഇങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. പിന്നെ ഞാൻ വായിച്ചൊരു പുസ്തകമായിരുന്നു SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ. അത് വായിച്ചിട്ട് ഞാൻ ആകെ 2-3 ദിവസം കൊണ്ട് ഇരുന്ന് വായിച്ചത്. അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, വായിച്ചിട്ടുള്ളവർക്ക്. നല്ല കട്ടിയുള്ള പുസ്തകമാണ്. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, അത്ര ഇഷ്ടമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, ബാദുഷനെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ ഫുള്ള് വായിച്ചു. ആൻഡ് ഐ എം ബ്ലെസ്ഡ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ് ട്ടോ. അതും കൂടി എനിക്ക് പറയണം. കാര്യം എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതും എന്നെ വാലിഡേറ്റ് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപ്പൊ ഇവനോട് പറഞ്ഞു, ആ പുസ്തകമൊക്കെ വായിച്ചു, ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല, അത് നിന്നെ കൊണ്ട് അത് വായിക്കാൻ പറ്റുക വലിയ കാര്യമാന്നൊക്കെ പറഞ്ഞു. നിന്റെ പ്രായത്തിലുള്ള ആരും അത് വായിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ അവൻ വെറുതെ പറഞ്ഞതായിരിക്കാം. അതെനിക്ക് വേറൊരു എന്താ പറയാ, യെസ് ഐ എം ഡൂയിങ് സംതിങ്, എനിക്ക് ഇനി ഇതിൽ കൂടുതൽ മെച്ചപ്പെടുത്തണം എന്ന് തോന്നിയിട്ട് ഞാൻ എൻ്റെ റീഡിങ് ഹാബിറ്റ് വളരെ നന്നായി കൊണ്ടുവന്ന സമയത്താണ് എനിക്ക് LLBക്ക് അഡ്മിഷൻ കിട്ടണു. അപ്പൊ തന്നെ ഞാൻ പിന്നെ തലശ്ശേരി പോണു. അവിടെ നിന്ന് ഞാൻ ഏതൊക്കെയോ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഹോസ്റ്റലിൽ നിന്ന്. പക്ഷെ ആ സമയത്താണ് എൻ്റെ ജീവിതത്തിലോട്ട് പുതിയൊരു അതിഥി കടന്നു വരുന്നത്, ഫോൺ വന്നതോടുകൂടി കുറേ സമയം ഞാൻ യൂട്യൂബിലും. പക്ഷെ അന്ന് നമുക്ക് ലിമിറ്റഡ് നെറ്റൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സംസാരിക്കാനാണ്. ഐ എം എ സൂപ്പർ എക്സ്ട്രോവേർട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക്
പുസ്തകം വായനയാണെങ്കിലും ഫോണാണെങ്കിലും ഇതൊക്കെ മാറ്റി നിർത്തുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നുള്ളതാണ്. അത്രയും ഇഷ്ടമാണ് എനിക്ക് ആളുകളോട്, പുതിയ ആളുകളോട് സംസാരിക്കുന്നതും അവരുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്നതും എൻ്റെ കഥ ഷെയർ ചെയ്യുന്നതും അവരുടെ കഥ കേൾക്കുന്നതും. ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പം ഞാൻ മെല്ലെ മെല്ലെ വായനയിൽ നിന്ന് വിട്ട് പിന്നെ വല്ലപ്പോഴും ഒരു നോവലൊക്കെ വായിച്ചാലായി അത് ചിലപ്പോൾ പകുതി വായിക്കും, പിന്നെ വായിക്കില്ല. അങ്ങനെ എൻ്റെ റീഡിങ് ഹാബിറ്റ് മൊത്തം പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വോണ്ട് സേ യു ദാറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട റൈറ്റർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ വുഡ് സേ കെ.ആർ. മീര. മീര എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ മാറ്റമുണ്ട്. ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ഹെർ. കാര്യം അങ്ങനെ ഒരു റൈറ്റർ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് പോവായിരുന്നു. ആൻഡ് യു നോ ഗൈസ്, ഐ ഹാഡ് എ റിലേഷൻഷിപ്പ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ ബ്രേക്കപ്പ് ആവാൻ പോലും കാരണം ഞാനിപ്പോൾ പറയും കെ.ആർ. മീരയാണെന്ന്. ബിക്കോസ് നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ആണുങ്ങളെയും അല്ലെങ്കിൽ അങ്ങനൊക്കെ തന്നെയാണ് ജീവിക്കേണ്ടതെന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ഒരു മാറ്റത്തിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് റീഡിങ് ഹാബിറ്റ് തന്നെയാണ് എന്നെ മാറ്റിയിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ കെ.ആർ. മീരയുടെ പുസ്തകം വായിക്കുമ്പം ആരാച്ചാറായിരുന്നു ആദ്യം വായിച്ചത്. ആരാച്ചാറായിരുന്നു. അപ്പം ആരാച്ചാർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മീര എന്ത് നന്നായിട്ട് അറിയാം ജെൻഡർ പൊളിറ്റിക്സ് പറയുന്നത് ഓരോ കഥയിലും. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാത്തതാണെങ്കിൽ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ ജീവിതത്തിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി എൻ്റെ ഉമ്മാൻ്റെ ജീവിതത്തിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളുടെ അവരുടെ അടുത്ത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥകളാണ് മീര എപ്പോഴും എഴുതാറുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കെ.ആർ. മീരൻ്റെ പുസ്തകം വായിക്കാൻ. ഇനി മെയിൽ റൈറ്റേഴ്സിനെ ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് സേ ടി.ഡി. രാമകൃഷ്ണൻ. ടി.ഡി. രാമകൃഷ്ണൻ്റെ പുസ്തകങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ വൈ. സോ അങ്ങനെ റീഡിങ് ഹാബിറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുത്തുന്നതാണ് ഒരു ബ്രേക്ക് വീണു. പിന്നെ വല്ലപ്പോഴും ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല റീഡിങ്ങിന്. ദെൻ അഗെയിൻ 2025 ഞാൻ എടുത്തൊരു റെസൊല്യൂഷനാണ് വായിക്കാൻ ഇനിയും തുടങ്ങണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് വായിച്ച ഒരു പുസ്തകമാണ് ഞാൻ കുറച്ച് ബുക്ക് മേടിച്ചിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്നതാണ് അൺടോൾഡ് സ്റ്റോറീസ് ഓഫ് ഇന്ത്യൻ ടൈഗർ എന്ന് പറഞ്ഞിട്ട്. ഇത് ഭയങ്കര നോർമൽ പുസ്തകം, അതായത് കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകം. ഇത് ഇംഗ്ലീഷിലാണ്. ഞാൻ ഇംഗ്ലീഷിൽ ഉള്ള പുസ്തകങ്ങൾ വായിക്കൽ കുറവാണ്. കാര്യം എനിക്ക് ഉറക്കം വരും വായിക്കുമ്പം. ഞാൻ ഏതൊക്കെ പുസ്തകം വായിക്കാൻ നോക്കിയിട്ട് ചീറ്റി പോയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഞാനപ്പോൾ ഒരു കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബുക്കിൽ നിന്നാണ് തുടങ്ങിയത്. ഇത് എഴുതിയിട്ടുള്ളത് എൻ്റെ ഒരു സാറിൻ്റെ പേരാണ് നിഖിലേഷ് ശ്രീകാന്ത് എന്നാണ് എൻ്റെ IPC സാർ എടുക്കുന്ന സാറിൻ്റെ പേരായിരുന്നു നിഖിലേഷ് സാർ. അപ്പം ഈ പുസ്തകമാണ് ഞാൻ വായിച്ചത്. ഈ പുസ്തകം വായിച്ച് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു എനർജി കിട്ടി. യെസ്, ഇനിയും പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വായിച്ച പുസ്തകമാണ് ക്യാമറ ഗേളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡൊറീൻ സ്പൂണർ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്യാമറ ഗേളിനെ കുറിച്ചുള്ളൊരു കഥയാണ്. അപ്പം എഴുതിയിട്ടുള്ളത് റൈറ്റർ അലൻ ക്ലർക്കാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഞാനൊരു പകുതി വരെയൊക്കെ വായിച്ചിട്ട് പിന്നെ തീരെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റോപ്പ് ചെയ്യാമെന്ന്. പക്ഷെ ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ല. ഞാൻ പിന്നെയും വായിച്ചുകൊണ്ടിരുന്നു. കാര്യം ഐ വോണ്ട് ടു കണ്ടിന്യൂ ദിസ്. എൻ്റെ റീഡിങ് ഹാബിറ്റ് കൂട്ടി കൊണ്ടുവരണം എന്നുള്ളത് വലിയൊരു ആഗ്രഹത്തിനേക്കാൾ ഉപരി എനിക്ക് തന്നെ ഒരു ചലഞ്ചായിട്ട് കണ്ടു. എനിക്കിനി ഒരു പുസ്തകം വായിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ പുസ്തകം ഞാൻ വായിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് സമയം വായിക്കാൻ എന്ന് പറയുന്നൊരു സമയം നമുക്ക് കിട്ടില്ല. നമ്മൾ വായിക്കുന്നതിനായിട്ട് സമയം കണ്ടെത്തണം. അങ്ങനെ ഞാൻ എൻ്റെ കൂടെ ഈ ഒരു ബുക്ക് ക്യാരി ചെയ്തു. ബസ്സിലിരുന്നിട്ടാണെങ്കിലും പാർക്കിലിരുന്നിട്ടാണെങ്കിലും എപ്പോഴൊക്കെയാണ് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോഴൊക്കെ ഞാൻ ഇത് റീഡ് ചെയ്യാൻ തുടങ്ങി. വായിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ എപ്പോഴും ബ്രെയിനിൽ അത് റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. എനിക്ക് പുസ്തകം വായിക്കാനുണ്ട്, എൻ്റെ കയ്യിൽ പുസ്തകമുണ്ട്, അവിടെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ എനിക്ക് ഇരുന്ന് പുസ്തകം വായിക്കണം. ആ ഒരു ചിന്ത ബ്രെയിനിൽ വെക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇന്നത്തെ ക്യാരക്ടേഴ്സിനെ അടുത്തറിഞ്ഞാൽ അവരും നമ്മളുടെ ഈ വേൾഡിൽ ഉണ്ടാവണം. നമ്മുടെ ഒരു ഇന്നർ വേൾഡിൽ അവരും കൂടി ഉണ്ടാവണം. അപ്പോൾ അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ നമ്മൾ എന്ത് പറ്റി ബാക്കി എന്തായെന്ന് അറിയാൻ നമ്മൾ ചിന്തിക്കും. വായിക്കുക എന്ന് പറയുമ്പം നമ്മൾ മെല്ലെ ഒരു ദിവസം 5 മിനിറ്റ് വായിക്കുന്നത് ഒരു 10 മിനിറ്റ് വായിക്കുക, ഒരു 10 പേജ് വായിക്കുക. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള നമ്മൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്യണം. എങ്കിൽ ആ പ്ലാൻ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വായിക്കുക. അതിനനുസരിച്ച് പിറ്റേ ദിവസം പോലെ കൂട്ടി വരിക. മൂവ് ചെയ്യുന്ന പോലെ തോന്നും. ഭയങ്കരമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ ആ പുസ്തകത്തിലോട്ട് പോവുകയുള്ളൂ. മെല്ലെ ആണെങ്കിൽ നമുക്ക് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. സോ അത് മാക്സിമം മൈൻഡിൽ എപ്പോഴും അത് ഉണ്ടായിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വായിച്ച സാധനം എഴുതാൻ ശ്രമിക്കുക. എവിടെ നിങ്ങൾ അതിനെക്കുറിച്ച് എഴുതുമ്പം നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാവും. ഫസ്റ്റ് തിങ് ഈസ് സെറ്റ് എ ഗോൾ. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. ഏത് ബുക്കാണ് വായിക്കേണ്ടത്, ഇത്ര ദിവസത്തിനുള്ളിൽ വായിക്കണം എന്നുള്ള രീതിയിൽ എത്ര പേജ് ഞാൻ വായിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പം മുന്നോട്ട് പോകുമ്പോൾ
ഈ ക്യാരക്ടേഴ്സും എല്ലാം നിങ്ങളുടെ ബ്രെയിനിൽ തന്നെ വേണം. അപ്പം നിങ്ങൾ എനിക്ക് വായിക്കണം, വെറുതെ ഇരിക്കുകയാണല്ലോ, എന്ത് ചെയ്യാം എന്നാലോചിക്കുമ്പോൾ എനിക്ക് പുസ്തകം വായിക്കാനുണ്ട് എന്നുള്ളത് ഓർക്കുക. ഏതാണോ എവിടെയാണോ നിർത്തിയത് അവിടുന്ന് പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. കുറച്ച് ഗ്യാപ്പ് ഇടരുത്. ഒരു 3 ദിവസം ഗ്യാപ്പ് ഇട്ടാൽ ചിലപ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സിനെ മറന്നുപോകും, പിന്നെ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അപ്പം ഫ്ലോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും ഉറപ്പ് വരുത്തണം. അത് റീഡിങ്ങിന്റെ ഒരു ഫസ്റ്റ് തിങ് ആണ്. സെക്കൻഡ് വൺ എന്താന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ബുക്ക് എടുക്കുക. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അതിനൊരു ഫ്ലോ വരണം. അതല്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു പുസ്തകമാണെങ്കിൽ മുന്നോട്ട് പോകരുത്. അപ്പോൾ അത് നിങ്ങളുടെ മൊത്തം വായനയെ ബാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടം തോന്നുന്ന പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുക, അത് കണ്ടിന്യൂ ചെയ്യും. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അടുത്ത ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങുക. കാര്യം എല്ലാ ബുക്കും നമ്മളുടെ ടേസ്റ്റ് ആവണമെന്നില്ല. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം എടുക്കാം. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി അല്ലെങ്കിൽ അങ്ങനത്തെ പുസ്തകങ്ങൾ ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പേഴ്സണലി. അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതെന്നെ കൊണ്ടുപോകുന്ന രീതി വേറെ ഒരു വഴിയായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു വഴിക്ക് അത്രയും വായിക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നിയില്ല. പക്ഷേ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് പീപ്പിൾ. ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് വായിക്കാം. വായന എല്ലാ കാലത്തും നല്ലത് തന്നെയാണ്. ആൻഡ് തേർഡ് തിങ്, വെരി ഇമ്പോർട്ടൻറ്റ്, ഡിസ്ട്രാക്ഷൻസ്. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റി വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിന് നമ്മളങ്ങ് മറക്കണം. ഫോൺ ഉണ്ട് എന്നുള്ളത് ഫോൺ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് എന്നുള്ളത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമാണ് അത് ഡിസ്ട്രാക്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും നമ്മൾ ഫോണിലോട്ട് തന്നെ പോവും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കണം, ഏതെങ്കിലും വേർഡിന്റെ മീനിങ് അറിയില്ല, ഗൂഗിൾ ചെയ്ത് നോക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു നോട്ടിലോട്ട് എഴുതുക ചെയ്യുക. എന്നിട്ട് പിന്നീട് നോക്കിയാൽ മതി. അപ്പം നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് വേറെ വഴി തെറ്റിപ്പോവും. വഴി തെറ്റാതെ നോക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഒരു ബുക്ക് ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ വായിക്കുന്ന ആളുകളായിട്ട് സംസാരിക്കുക, വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളായിരിക്കണം. രണ്ടാമത്തെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകം വായിക്കുന്ന നിങ്ങളുടെ ഒരേ വൈബാണെന്ന് തോന്നുന്ന ആളായിട്ടായിരിക്കണം പുസ്തകങ്ങൾ സംസാരിക്കേണ്ടത്. അപ്പം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവും. യെസ്, അവർ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്, അപ്പം അതെനിക്കും വായിച്ചു നോക്കണം, അല്ലെങ്കിൽ ഞാൻ വായിച്ച ഈ പുസ്തകം. അങ്ങനെ ഒരു ഷെയറിങ്ങും കൂടെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വളരെ ചെറിയ പ്രോഗ്രസ് ആണെങ്കിൽ കൂടെ അതിനെ ഫോക്കസ് ചെയ്യുക. പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളതിനെ ഫോക്കസ് ചെയ്യുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ എനിക്കിപ്പോൾ ഈ ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ ആകെ വായിച്ചത് ഒരു 3 പുസ്തകമാണ്. പക്ഷെ ആ 3 പുസ്തകവും ഞാൻ വിചാരിക്കുന്നത് വലിയ പ്രോഗ്രസ് ആയിട്ടാണ്. അതെ, 3 പുസ്തകം വായിക്കാൻ പറ്റി എനിക്ക്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പുസ്തകം മുൻപ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം എനിക്കിപ്പോൾ 3 ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രോഗ്രസ് ആണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് ചിലപ്പോൾ 5 പുസ്തകം വായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ 10 പുസ്തകം വായിക്കുന്നതായിരിക്കാം. അത് ഡിപ്പെൻസ് യുവർ ടൈം ആൻഡ് നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചായിരിക്കും. അപ്പം അത് മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വായിച്ച പുസ്തകത്തിനെ കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുക. അതിപ്പോൾ ബുക്കിൽ തന്നെ ആണെങ്കിലും കുഴപ്പമില്ല, ബുക്കിൽ തന്നെ ആവുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ബിക്കോസ് നമ്മൾ പിന്നെ ആ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ വായിക്കാം നമ്മൾ അന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടെ. ഞാൻ ഈ ബുക്ക് എൻ്റെ സ്വന്തം ബുക്കായതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഇങ്ങനെ എനിക്ക് എന്തൊക്കെയാണ് ഈ എൻ്റെ ബുക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബുക്കിനെ കുറിച്ചിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ചൊക്കെ എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ആ ബുക്ക് വായിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മൈൻഡ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണത് കണ്ടിരുന്നത് എന്നുള്ളത് കൂടി വരിക. ഇനി ഞാൻ ഫൈനലി പറയാൻ പോകുന്ന ഒരു പുസ്തകം 3-4 വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള പുസ്തകമാണ് മനുഷ്യന് ഒരു ആമുഖം. ഇതുവരെ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല. ഞാൻ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. എൻ്റെ മടി കാരണം മാത്രമാണ് എനിക്കിത് വായിക്കാൻ പറ്റാത്തത്. കാര്യം ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഇതിലോട്ട് ഇറങ്ങുമ്പോഴും ഈ ബുക്കിലോട്ട് ഇറങ്ങുമ്പോഴും എനിക്ക് വേണ്ട പുസ്തകമാണ്, എൻ്റെ ഒരു വൈബിനനുസരിച്ച പുസ്തകം തന്നെയാണ്. പക്ഷെ പോകുന്നില്ല. അപ്പം പിന്നെ ഞാനിതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതൊരു 134 പേജ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഒരു 300 സംതിങ് പേജ് കൂടെ ഉണ്ട്. ഇതെനിക്ക് വായിച്ചു കഴിയണം. അതായത് ഈ തിങ്കളാഴ്ചക്കുള്ളിൽ ഇതെനിക്ക് വായിച്ചു കഴിയണം എന്നാണ് എൻ്റെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഗോള്. അപ്പം തിങ്കളാഴ്ചക്കുള്ളിൽ ഞാനിത് വായിച്ചു കഴിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാൻ നിൽക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പം കാണാനും വായിക്കുമ്പോഴും. അപ്പം ഇത് ഞാനൊരു സ്പെഷ്യലായിട്ട് വെച്ചില്ല വെച്ചാൽ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ വായിക്കണം എന്നുള്ള, ട്രെയിനിലിരുന്ന് വായിക്കണം എന്നുള്ളതാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ഗോള്. അപ്പം ഇത് അതിനു വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു വായിച്ചു തുടങ്ങിയപ്പം. അപ്പം തന്നെ ഞാൻ നിർത്തി. കാര്യം എനിക്കിതൊരു യാത്രയിൽ വായിക്കേണ്ട പുസ്തകമാണ് എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ 2025 ഞാൻ ചെയ്തൊരു സാധനം എന്താ വെച്ചാൽ, ഞാനൊരു ജേർണലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബുക്ക് മേടിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ബുക്ക് മേടിക്കാറില്ല.
ഡയറി ഒക്കെ കിട്ടുമ്പം അതിലാണ് ചെയ്യാറ്. പക്ഷെ ഈ ബുക്ക് നല്ല രസമുണ്ട്, ക്യൂട്ടാണ്. ഇതിൽ ഞാനിപ്പോൾ എഴുതി വെക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ നല്ലൊരു റൈറ്റർ ആയിരുന്നു. എൻ്റെ പണ്ടത്തെ ഡയറി എനിക്ക് എൻ്റെ 9ാം ക്ലാസ് മുതലുള്ള ഡയറി ഉണ്ട് എൻ്റെ കയ്യിൽ, ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഇല്ല, എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ ഒരു +1 +2 ഉള്ള ഡയറി എൻ്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ട്. അതിൽ കുറച്ച് സീക്രറ്റ്സ് ഉണ്ട്. അപ്പം അത് വേറെ ആരും വായിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും അത് എൻ്റെ കൂടെ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു ഡയറിയാണ്. അപ്പം ആ ഡയറിയിലായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. അപ്പം ഇതിനൊരു കുഞ്ഞി നമ്പർ ലോക്കൊക്കെ വരുന്നുണ്ട്. ഞാനിതിൽ എൻ്റെ വിഷ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതൽ ഇതിലാണ് എഴുതുന്നത്. ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഒരു കവറും ഈ ഒരു കളറും ഒക്കെ, യെല്ലോ ബ്ലൂ ഒക്കെ. നമുക്ക് ഒരുമിച്ച് എന്താ പറയുക പുസ്തകങ്ങൾ വായിക്കാം. ഞാൻ പുതിയതായിട്ട് വായിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ചൊക്കെ ഇനി ഞാൻ ചെറുതായിട്ട് വീഡിയോസ് ഇടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എനിക്കിപ്പോൾ ഇത്ര കാലം വായിച്ചാൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 5 ബുക്സ് ഞാൻ പറഞ്ഞുതരാം. ഇഫ് യു ആർ എ ബിഗിനർ യു ക്യാൻ റീഡ്. ഓടയിൽ നിന്ന് വായിക്കാം, ലൈബ്രറീസിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓടയിൽ നിന്ന്, എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. എം മുകുന്ദന്റെ ഒക്കെ പുസ്തകം ഇഷ്ടമായിരുന്നു. പക്ഷെ ലേറ്റസ്റ്റ് ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് എം മുകുന്ദനോടൊരു എന്ന് തോന്നിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, നല്ല പുസ്തകമാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. പിന്നെ വായിക്കേണ്ട പുസ്തകം ആടുജീവിതമൊക്കെ എല്ലാവരും കൂടുതൽ റീഡേഴ്സ് വായിച്ചിട്ടുണ്ടാവാം. മഞ്ഞവെയിൽ മരണങ്ങൾ വായിക്കാം, നല്ല പുസ്തകമാണ്. TD രാമകൃഷ്ണന്റെ തന്നെ 2-3 പുസ്തകം ഞാൻ പറഞ്ഞുതരാം. ഒരു പുസ്തകം സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന് പറഞ്ഞിട്ട്, അത് നല്ലൊരു പുസ്തകമാണ്. ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ് TD രാമകൃഷ്ണന്റെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന് പറയുന്ന പുസ്തകം. രണ്ടാമത്തത് TD രാമകൃഷ്ണന്റെ തന്നെ ഫ്രാൻസിസ് ഇറ്റിക്കോര. ഇതും എനിക്ക് ഇഷ്ടമുള്ള പുസ്തകമാണ്. എനിക്ക് അങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കാൻ കുറച്ച് ഇഷ്ടമുള്ള ആളാണ്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു പ്രോഗ്രസ്. കഴിഞ്ഞ 2 മാസമായിട്ട് ഇങ്ങനെ ഒരു 3 പുസ്തകം കംപ്ലീറ്റ് ചെയ്ത് വായിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഇനിയിപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനൊരു ആമുഖം. ഞാനിപ്പോൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയുണ്ടെന്ന്. നല്ലതാണ്, ഇപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. ഇതിപ്പോഴാണോ വായിക്കുന്നത് എന്ന് കുറേ റീഡേഴ്സ് വന്ന് എന്നോട് ചോദിക്കേണ്ട കാര്യം. ഇത് ഒരു 4-5 കൊല്ലമായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നത്തിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2025 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രസ് എന്താ വെച്ചാൽ, ഇംഗ്ലീഷ് ബുക്സ് എനിക്ക് വായിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഉറക്കം വരും, വേഗം മടുക്കുന്ന ഒരു ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. പക്ഷേ അത് ഞാൻ ബ്രേക്ക് ചെയ്തു ഗൈസ്. എനിക്കിപ്പോൾ 2 ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചത്. ഒന്ന് ക്യാമറ ഗേൾ, ഡോറിൻ സ്പൂണറിൻ്റെ ക്യാമറ ഗേൾ. അത് അടിപൊളി പുസ്തകമാണ്, എനിക്കിഷ്ടമായി. കുറേ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആസ് എ വുമൺ ഭയങ്കര ഒരു സൂപ്പർ വുമൺ ആണ്. അപ്പം അത് വായിക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു സുഖമൊക്കെ തോന്നുമല്ലോ. അന്നത്തെ കാലത്തെ ഇങ്ങനെ ഒരു പെണ്ണുണ്ട് എന്നുള്ളതിൽ ഈ പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, സീ യു സൂൺ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.